ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബീഫ് കറിയാണ്. അതിനായി 1 കിലോ ബീഫ് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പൊറോട്ടയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് കുറുകിയ ചാറോട് കൂടിയാണ് ഇന്നത്തെ കറി ഉണ്ടാക്കാൻ പോണത്. അതിനായി ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. 4 സബോള നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില. ഞാനിന്ന് കുക്കറിലാണ് കറി ഉണ്ടാക്കാൻ പോണത്. കുക്കർ അടപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇടാൻ പോണത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള സബോള, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഞാനിതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ലൈറ്റായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതി. ഇപ്പം ഞാനൊരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ തക്കാളി വെന്തുടയണം, അതാണ് നമ്മുടെ ഗ്രേവി. എന്തോരം സബോള ഇട്ട് കൊടുക്കണോ അതനുസരിച്ച് നമ്മുടെ ഗ്രേവിയുടെ ക്വാണ്ടിറ്റി കൂടി വരും. ഇപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ട് പൊടികളൊക്കെ ഇടാണ്. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിയുടെ ഒരു പച്ചമണം ഉണ്ട്, അത് മാറുന്നത് വരെ നല്ല രീതിയിൽ ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഞാൻ മുളക് പൊടി ഇടാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോയി കറിയുടെ രുചി തന്നെ മാറിപ്പോവും. ഞാൻ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയുടെ സീക്രട്ടാണ് ഞാൻ പറയാൻ പോണത്. ഇനി അതിന് മുമ്പ് ഞാനൊരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോണത്. 1 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തവി ഉപയോഗിച്ച് നല്ല കുത്തി നല്ല ജ്യൂസ് പരുവത്തിൽ നമ്മുടെ ഗ്രേവി മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഗ്രേവി കിട്ടുന്നതിൻ്റെ രഹസ്യം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ അതിലിട്ട് കൊടുത്ത് ഇതങ്ങനെ അടിപൊളി ഗ്രേവി. ആ ഗ്രേവി ഞാൻ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിട്ടുണ്ട്. നേരത്തെ നുറുക്കി വെച്ച ബീഫ് കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ മസാലകളും കൂടിച്ചേരുന്ന വിധത്തിൽ നല്ല രീതിയിൽ ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുകയാണ്. നമ്മൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ ഒരു 10 വിസിലെങ്കിലും നമ്മൾ അടിക്കണം. ആദ്യത്തെ വിസിൽ വന്നപ്പോൾ തീ കുറച്ചിട്ടിട്ട് പിന്നെ ഞാൻ ഒരു 9 വിസിൽ കഴിഞ്ഞിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ടു. ആ ടയറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി വെച്ച് ചാറൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ അങ്ങോട്ട് സെറ്റാക്കി നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ സെറ്റാണ്. അടിപൊളി കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.